ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ദേവദൂതൻ ഞാൻ കണ്ടിരിക്കുകയാണ് ഗായ്സ്. തിയേറ്ററിൽ പോയി എന്തോ ഒരു വല്ലാത്തൊരു സന്തോഷം, വലിയൊരു തൃപ്തി മനസ്സിൽ കിട്ടി. നമ്മൾ ടി വിയിൽ കണ്ട് ഇഷ്ടപ്പെട്ട് ഇത് എന്തുകൊണ്ട് കിട്ടിയത് നമുക്ക് സിനിമ ആ പ്രായത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും സിനിമ തിയേറ്ററിൽ പോലും കാണാത്ത സമയത്താണ് ഞാൻ ഇത് ടി വിയിലൊക്കെ കാണുന്നത്. ആദ്യം കേട്ട ഇതിൻ്റെ പാട്ടൊക്കെയാണ്, പിന്നെയാണ് ഇതിൻ്റെ സീൻസ് കണ്ടു തുടങ്ങി. പിന്നെയാണ് സിനിമയിലെ ടി വിയിലൊക്കെ വന്ന് കണ്ട് ഇത് കാണാൻ തുടങ്ങിയത്. സത്യം പറഞ്ഞ എന്താ പറയുക, ഒരു ലെജൻഡറി സിനിമ കണ്ടൊരു ഫീലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിലുപരി ഞാൻ ഒരു കാര്യം ഫസ്റ്റിലേ പറയും, നിങ്ങൾ ഈ പടം കാണാത്ത ദയവ് ചെയ്ത് റിക്വസ്റ്റാണ്, പക്ക ഡോൾബി അറ്റ്മോസിൽ കാണണം. അല്ലാതെ വല്ല ലൊട്ടിലൊടുക്ക് തിയേറ്ററിൽ പോയി കണ്ട ഒരു തേങ്ങയെ ഫീൽ ചെയ്യില്ല. ആ പാട്ടിനും ആ വിഷ്വൽ ക്വാളിറ്റിക്കും ആ ഡോൾബി അറ്റ്മോസ് സറൗണ്ടിങ്സിനും അതിൻ്റെതായ ഒരു പവർ സിനിമയിലുണ്ട്. അങ്ങനെ ഇങ്ങനെ ഈ സിനിമ പ്രേമികളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സിനിമ കാണാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ തിയേറ്ററിൽ പോയി കണ്ടിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ കുറേ ലക്ഷറി സംഭവം ഉണ്ടെന്നും പറഞ്ഞ് ഇന്ന സംഭവവും മറ്റേ സംഭവവും കുറേ ഇതൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് ഒരു തിയേറ്ററിൽ പോയി കണ്ട ആ ഒരു സിനിമാറ്റിക് ഫീൽ കിട്ടത്തില്ല. ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ ഇതുപോലത്തെ സൗണ്ട് എക്സ്പീരിയൻസും ആ ഒരു പിക്ചർ ക്വാളിറ്റിയും ഫിൽറ്റർ റെസൊല്യൂഷനൊക്കെ ഉള്ള തിയേറ്ററിൽ പോയി കണ്ടാൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഞാൻ കണ്ടത് ഐഡിയസ് OD1-ലാണ്. OD1-ൽ ഒരു ഷോ ഉണ്ട്, അത് ഭാഗ്യത്തിന് ഞാൻ കണ്ടത് ലക്കി ഷോട്ടായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ പിന്നെ ഇവിടെ കണ്ടില്ലായിരുന്നു, പിന്നെ വൺ മിസ്സായിരുന്നു പടം. പടം ഡയറക്റ്റഡ് ബൈ സിബി മലയാൻ. എൻ്റെ അമ്മോ, സിബി മലയാൻ പുള്ളിയൊക്കെ ഒരു ലെജൻഡാണ്. ലെജൻഡ്, പക്കാ ലെജൻഡാണ്. അവിടെ വേറെ സംസാരമില്ല. പുള്ളിക്കാരൻ പറഞ്ഞു ഈ പടം ആക്ച്വലി ആ സമയത്ത് പെട്ടാറ് ഫ്ലോപ്പായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഡയറക്ഷൻ തന്നെ വിട്ട് കളയാം എന്നുള്ള രീതിയിലും അങ്ങനത്തെ കുറേ ഒരു ഡിപ്രഷനിലൊക്കെ അടിച്ചു പോയതാണ്. പാട്ട് പോലും അന്ന് വലുതായിട്ട് ക്ലിക്കായില്ല. സ്റ്റോറി അന്ന് ഭയങ്കരമായിട്ട് ഫ്ലോപ്പൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് തെങ്കാശി പട്ടണമാണെന്ന് തോന്നുന്നു ആ സമയത്ത് ഇറങ്ങിയിരുന്നു അതിൻ്റെ കൂടെ. അങ്ങനെ ഈ പടം ഭയങ്കരമായിട്ട് ഫ്ലോപ്പായി. എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം എനിക്ക് കൂടുതൽ അറിയില്ല. പക്ഷേ ഇത് തിയേറ്ററിൽ കാണുമ്പോൾ ഫീൽ, എസ്പെഷ്യലി ആ സോങ്സ് ഉണ്ടല്ലോ, എൻ്റെ അമ്മ എന്തോന്ന് വിദ്യാജി എടുത്ത് വച്ചേക്കണം. ആ പാട്ടുകളൊക്കെ എനിക്ക് വയ്യ. ഇങ്ങനെ ഞാനും കൂടെ ചേർന്ന പാട്ടിൻ്റെ കൂടെ ഇങ്ങനെ പാടിപ്പാടി ആ ഫസ്റ്റ് ആ റിതം ഓഫ് ലവിൻ്റെ ആ സോങ്ങിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, എൻ്റെ അമ്മ രോമാഞ്ചം വരും, രോമാഞ്ചം. അവൻ്റെ കൂടെ മോഹൻലാൽ ഇങ്ങനെ ആ ഒരു ഓർക്കസ്ട്രയും ഇതൊക്കെ പേടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനുണ്ട്. എൻ്റെ അമ്മ എന്തൊരു ഹെവി സാധനം എന്നറിയാമോ, ഒന്ന് കൊതിക്കും സത്യം പറഞ്ഞാൽ. അത് ഒന്നും കൂടെ കാണുന്നതിന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ അത് നോക്കാം, ഓടിവല്ലുണ്ടെങ്കിൽ ഒന്നും കൂടെ ഡെഫിനറ്റ്ലി കാണണം. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ അമ്മോ, സോങ്സ് മനസ്സിൽ നിന്ന് പോകുന്നില്ല. എന്ത് ഹെവി സോങ്സ് ആയിരുന്നു എല്ലാ സോങ്സും. എസ്പെഷ്യലി യേശുദാസിന്റെ കരളെ നീ കൈപിടിച്ചാലുള്ള ഒരു സോങ്, അത് ഞാൻ പറയാം. നമ്മൾ യേശുദാസിന്റെ ഹൈ പിച്ച് സോങ്സ് അത് നമ്മൾ ഈ ലോ ക്വാളിറ്റി സ്പീക്കറിൽ കണ്ടാൽ മൊത്തം പതറും, കിട്ടത്തില്ല. ആ ഒരു ക്വാളിറ്റി കിട്ടില്ല, മൊത്തം പതറും. യേശുദാസിന്റെ വോയിസ് മിക്ക പാട്ട് നിങ്ങൾ കേട്ട് നോക്കിയാൽ മതി. ഒരു ചെറിയ സ്പീക്കറിലോ ഇച്ചിരി ക്വാളിറ്റി കുറഞ്ഞൊരു സ്പീക്കറിൽ കേൾക്കുമ്പോൾ അത് സ്പീക്കർ പതറും. അപ്പം നമ്മൾക്ക് സ്പീക്കറിന്റെ ക്വാളിറ്റി കുറവാണ്, അല്ല, പുള്ളിക്കാരൻ്റെ വോയിസിന്റെ പവർ കൊണ്ട് പകർന്നതാണ്. അത് ഹൈ ക്വാളിറ്റി സ്പീക്കറിൽ മാത്രമേ ആ ഒരു വോയിസ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റത്തുള്ളൂ. എങ്കിലും ആ ഒരു സുഖം കിട്ടത്തുള്ളൂ, ആ ഒരു ഫീൽ കിട്ടത്തുള്ളൂ. അത് ഈ പടത്തിൽ കിട്ടും. ആ കരളെ കൈ പിടിച്ചുള്ള സോങ് ഉണ്ട്. എൻ്റെ മോനെ, ഇത് എന്തൊരു സോങ് ആയിരുന്നു. അതാണ് സോങ്, അടിപൊളി സാധനമായിരുന്നു. വിഷ്വൽ ക്ലാരിറ്റി എൻ്റെ അമ്മ. പിന്നെ ജയപ്രദ, പുള്ളിക്കാരിയൊക്കെ പണ്ടത്തെ അത് എന്ത് ക്യൂട്ടാണ് എൻ്റെ അമ്മോ. പിന്നെ വിനീത്, എൻ്റെ അമ്മോ, പവി കെയർ ടേക്കർ ബോയ്. വിനീതിനൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്തൊരു പുള്ളിക്കാരൻ ഇന്റർവ്യൂ ഒക്കെ പറഞ്ഞ ആ ഒരു പട്ടിയുടെ സീനൊക്കെ കുറെ കടി കിട്ടിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് അതേപോലെ ഫീലും. പുള്ളിക്കാരനെ അവിടെ ഇവിടെ കടിക്കുന്ന സീൻ ഇപ്പൊ പുള്ളിക്കാരെ കുടഞ്ഞ് മാറ്റുന്നുണ്ട്. ആ സിനിമ കാണുന്നത് മനസ്സിലാവും. അത്ര രസമായിരുന്നു കാണാനായിട്ട് പടം. അയ്യോ, എന്ത് രസമായിരുന്നു പടം കാണാനായിട്ട്. ഇങ്ങനത്തെ പഴയ പടത്തിനൊക്കെ ഇങ്ങനെ പൊട്ടി തുടച്ചെടുക്കുമ്പോൾ ഭയങ്കര കാണാത്തൊരു ഫീൽ. അത് മണിച്ചിത്രത്താഴ് വരുന്നുണ്ട്, അതിന്റെ ട്രെയിലർ ഇട്ടായിരുന്നു മുമ്പ്. അതിന്റെ അപ്പുറം ഒരു വൈബ് സാധനം വരുന്നത്. പിന്നെ നമ്മുടെ പഴയ ലെനയൊക്കെ കാണാൻ പറ്റും, അടിപൊളിയാണ്. പിന്നെ എനിക്ക്
ഇതിൽ ഡിസപ്പോയിന്റഡ് ഉള്ള സാധനം നമ്മുടെ ജഗതി ശ്രീകുമാർ ഏട്ടന സീൻസ് മൊത്തം കട്ട് ചെയ്താണ്. അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ. എന്തിനത് കട്ട് ചെയ്തു? ജഗതി ചേട്ടൻ്റെ സീൻസ് അത് ഭയങ്കര ഷോ. അപ്പൊ എന്തിനു കട്ട് ചെയ്ത് എനിക്ക് അറിയത്തില്ല. പുള്ളിക്കാരൻ്റെ കോമഡി, പുള്ളിക്കാരൻ കൂടെ ആ ഒരു ഫോർത്ത് റിസർവേഷനിൽ കാണണമെന്ന് ആഗ്രഹിച്ചു പോയ ആളാണ് ഞാൻ. പക്ഷെ അവിടെ എനിക്ക് ഡിസപ്പോയിന്റ് ആയിപ്പോയി. പിന്നെ മുരളിച്ചേട്ടനൊക്കെ കണ്ടപ്പോൾ എൻ്റെ അമ്മ എന്ത് കൈയടിയായിരുന്നു, ഒരു ബഹളമായിരുന്നു തിയേറ്റർ മൊത്തം. പക്ഷെ ആ ഒരു വൈബിലും ആംബിയൻസിലും നമുക്ക് നിന്ന് ഒരുപാട് ഫാമിലീസ് ഉണ്ടെന്ന് കാണാം. കാരണം അന്ന് മിസ്സായവരൊക്കെ ഇപ്പൊ കണ്ടു കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ ലെവലാണ് സാധനം. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. എൻ്റെ അമ്മ ആ ലെജൻഡ് ഡയറക്ടറിൻ്റെ ആ ഒരു സ്റ്റോറി, ആ സ്റ്റോറി എഴുതിക്കുന്നത് രഘുനന്ദ് പാലേരിയാണ്. രഘുനന്ദ് പാലേരി എൻ്റെ അമ്മ പുള്ളി ഒരു സ്റ്റോറി, അത് നിസ്സാര സ്റ്റോറി അല്ല, ആ സ്റ്റോറി ഹാർഡ് ആണ്, എടുക്കാനും ഭയങ്കര പാടാണ്. അത് എടുത്ത സിബി മലയൻ പിന്നെ നമ്മൾ എന്ത് വിളിക്കണം, ഒരു രക്ഷയില്ല. ഈ പറയണ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അടിപൊളി സാധനമാണ് ഗായ്സ്, ഒരിക്കലും മിസ് ചെയ്യരുത്. പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനമാണ്. എൻ്റെ അമ്മ ആ സൗണ്ട് എഫക്ട്സും സറൗണ്ടിങ്സ് ഒക്കെ പൊടി തട്ടി അന്യായ ഫീൽ എഫക്റ്റ്, അന്യായ സാധനം. മസ്റ്റ് വാച്ചിങ് തിയേറ്റർ. എൻ്റെ അമ്മ ഗുമ്മെന്നിരിക്കും. അടിപൊളി അടിപൊളി. നമ്മൾ ചില സമയത്ത് നമ്മൾ വിചാരിക്കും പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം. എൻ്റെ അമ്മ അല്ലല്ലേ, ആ പടത്തിൽ ആ ഹൊറർ BGM സ്കോറും ആ ബാക്കിയുള്ള സ്കോറിങ് ഒക്കെ അടിപൊളിയാണ്. അടിപൊളി സൗണ്ട് എഫക്ട്സ് ആയിരുന്നു. പ്ലീസ് ഗോ വാച്ചിങ് തിയേറ്റേഴ്സ്. വിട്ട് കളയില്ല മോനെ, അവസാനത്തെ ചാൻസ് ആണ്, വിട്ട് കളയില്ല. ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം KC. എല്ലാം ആവട്ടെ. ബൈ.